بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار مفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضال. اللهم صل على النور وآله فلا تنتج رياض الصالحين لا 16 حديث. عن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله يبسط يده بالليل. അള്ളാഹു താല രാത്രിയിൽ തൻ്റെ അനുഗ്രഹം വിശാലമാക്കും. എന്തിനു വേണ്ടി? ലിയതൂബ മുസീഉന്നഹാരി, പകലിൽ ദോഷം ചെയ്തവൻ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. വയബ്സുതു യദഹു ബിന്നഹാരി, അള്ളാഹു താല പകലിൽ അനുഗ്രഹം വിശാലമാക്കും. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ദോഷം ചെയ്തവൻ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, ഇത് സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിൽ നിന്നിട്ട് ഉദിക്കുന്നത് വരെ ഈ അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തിലും അള്ളാഹു അവൻ്റെ അടിമകളുടെ മേലിൽ മറ്റാരെക്കാളും ഉപരിയായി കരുണയും കൃപയുമുള്ളവനാണെന്ന് ഈ ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നു. അവർ തൗബ ചെയ്യാനും പാപമുക്തരാവാനും ആ തൗബ മനസ്ഥിതി നിലനിർത്താനും വേണ്ടി അള്ളാഹു താല എല്ലാ സമയങ്ങളിലും തൗബ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വിശാലമാണ്. 17-ാമത്തെ ഹദീസ്. മൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. മൻ താബ, വല്ലവനും തൗബ ചെയ്താൽ, ഖബ്ല അൻ തത്ലുഅ അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട്, മിൻ മഗ്രിബിഹാ, അതിൻ്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് വല്ലവനും തൗബ ചെയ്താൽ, താബല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ തൗബ സ്വീകരിക്കും. ഇതിൽ ആദ്യം പറഞ്ഞ താബ മനുഷ്യൻ തൗബ ചെയ്യുക എന്നുള്ളതും രണ്ടാമത് പറഞ്ഞ താബ അള്ളാഹു തൗബ സ്വീകരിക്കുക എന്നുള്ളതുമാണ്. 18-ാമത്തെ ഹദീസ്. വൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി, അടിമയുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. മാലം യുഗർഗിർ, അവൻ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തൗബ സ്വീകരിക്കില്ല. അപ്പോൾ 2 ഘട്ടങ്ങളാണ് തൗബയുടെ അവസാനത്തെ സ്റ്റേജായി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജനറലായിട്ട് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദയം ചെയ്യുന്ന ആ ഒരു പ്രത്യേകമായ അവസ്ഥ, ഖിയാമത്ത് നാളിനെ അറിയിച്ചുകൊണ്ടുള്ള ആ അടയാളം, അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കില്ല. മറ്റൊന്ന്, ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അവൻ ആത്യന്തികമായി അവൻ്റെ റൂഹ് പുറപ്പെട്ട് മരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ഇനി ഭൗതികമായൊരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാത്ത വിധം മരണം കാർന്നു തിന്നതിൻ്റെ ശേഷം ആ പൂർണ്ണമായ ഇഹലോകം വെടിഞ്ഞ് പരലോകം പുൽകാനുള്ള നിമിഷങ്ങൾ ബാക്കിയിരിക്കെ അവൻ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊള്ളും. ഇലാഹിയായ കൽപ്പനകളും ഇലാഹിയായ നിരോധനകളും അതു പറയാൻ വന്ന പ്രവാചകന്മാരും അവരുടെ അടയാളങ്ങളായി കൊണ്ടുവന്ന അവരുടെ വേദഗ്രന്ഥങ്ങളുമെല്ലാം യഥാർത്ഥമായിരുന്നു എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന ആ സന്നിഗ്ധഘട്ടത്തിൽ അവൻ തൗബയും വിശ്വാസികളല്ലാത്തവർ വിശ്വാസം പുൽകാൻ വരെയുള്ള ബദ്ധപ്പാടിലായിരിക്കും. ആ സമയത്ത് അതൊന്നും സ്വീകാര്യമായിരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് നമ്പർ 19. വൻ സിർ ബിൻ ഹുബൈഷ് റളിയല്ലാഹു അൻഹു ഖാല
മഹാനവറുകൾ പറയാണ്, ഇത് ഒരു ഹബീബായ തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന ഒരു സ്വഹാബിയോട് മറ്റൊരു സ്വഹാബി വന്ന് 3 വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും നമ്മുടെ വിഷയസംബന്ധമായ തൗബയുടെ ഒരു വാതിലിനെ സംബന്ധിച്ചുള്ള പരാമർശം ഈ ഹദീസിലുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസ് ഈ ബാബിൽ വരാനുള്ള കാരണം. നോക്കാം. സുറൂർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അത്തൈതു, ഞാൻ ചെന്നു, സുഫ്വാൻ ഇബ്നു അസ്സാലിൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഞാൻ ചെന്നു. അസ്അലു അനിൽ മസ്ഹി അലൽ ഖുഫൈൻ, ഖുഫയുടെ മുകളിൽ തടവുന്ന വിഷയ സംബന്ധിയായിട്ട്. ഫഖാല, അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മാ ജാഅ ബിക യാ സീറു, എൻ്റെ സീറു മോനെ വന്നത്. ഫഖുൽതു ബിത്തിഖാ അൽ ഇൽം, അറിവ് തേടിയിട്ട്. ഫഖാൽ ഇന്നൽ മലായികത തളവ ജിനിഹതഹാ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകളെ താഴ്ത്തി വെച്ചു കൊടുക്കും. ലി ത്വാലിബിൽ ഇൽമി, അറിവന്വേഷകന്, നിലംബിമാ തുലബു, അവൻ തേടുന്ന ഒന്നിൽ അവർക്കുള്ള തൃപ്തി സൂചകമായിട്ട്. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്നഹു ഖദ് ഹഖ ഫീ സ്വദരി, എൻ്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട്. അൽ മസ്ഉ അലൽ ഖുഫൈൻ, 2 ഖുഫകളുടെ മേൽ തടവുന്ന വിഷയം. ബദൽ ഗായിത്തി വൽ ബൗലി, മലമൂത്ര വിസർജനത്തിൻ്റെ ശേഷം. വകുൻത അംറ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തിരുനബിയുടെ അസ്ഹാബിൽപ്പെട്ട ഒരാളായിരുന്നില്ലേ. ഫജിതു അസ്അലുക ഹൽ സമിഅതഹു, ഞാൻ നിങ്ങളരികിൽ വന്നത് ചോദിക്കാനാ. ഹൽ സമീതഹു യദ്കുറു ഫീ ദാലിക ഷൈഅ, നബിതങ്ങൾ ഈ വിഷയ സംബന്ധിയായിട്ട്, ഹുഫയുടെ മുകളിൽ തടവുന്ന സംബന്ധിയായിട്ട് നബിതങ്ങൾ വല്ലതും പറഞ്ഞതായിട്ട് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഖാല നഅം, ഞാൻ കേട്ടിട്ടുണ്ട്. കാന യഅ്മുറുന ഇദാ കുന്ന സഫറൻ ഔ മുസാഫിരീൻ, ഞങ്ങൾ യാത്രക്കാരായി കഴിഞ്ഞാൽ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, അല്ലാ നൻസിഅ ഖിഫാഫന സലാസത അയ്യാമിൻ, 3 ദിവസം ഞങ്ങളുടെ ഖുഫകൾ അയക്കരുത് എന്ന്. വലയാലിയവുന്ന, അതിൻ്റെ 3 രാത്രികളും. ഇല്ലാമിൻ ജനാബത്തിൻ, ജനാബത്ത് നിന്നല്ലാതെ. ലാക്കിൻ ബൗലിൻ വനൂമിൻ, മലമൂത്ര വിസർജനവും ഉറക്കും മുഖേന വുളു നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ നിലവിലുള്ള വുളു എടുക്കുന്ന സമയത്ത് ഖുഫയുടെ മുകളിൽ തടവിയാൽ മതി. കാല് കഴുകാൻ വേണ്ടി ഖുഫ ഊരണമെന്നില്ല. ഫിഖ്ഹുകളിലൊക്കെ പറഞ്ഞ അറിയപ്പെട്ട ഖുഫയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യമാകുന്ന മേൽജോടി. സോക്സ് എന്നറിയപ്പെടുന്ന സാധനമല്ല, അത് തോലുകൊണ്ട് നിർമ്മിച്ച, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത, കാലിനോട് ചേർന്ന് നിൽക്കുന്ന, നടക്കാൻ സാധ്യമാകുന്ന ഒരു ഖുഫയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം അത് വലിയ ശുദ്ധിയുടെ കുളിയിൽ നിന്ന് അത് ഊരിക്കൊണ്ട് കാല് പൂർണ്ണമായും കഴുകണം. ഫഖുൽതു ഹൽ സമീഅതഹു യദ്കുറു ഫിൽ ഹവാ ഷൈഅ, മനുഷ്യൻ്റെ പ്രണയം സംബന്ധിയായിട്ട് നബിതങ്ങൾ വല്ലതും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഖാല നഅം കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ യാത്രയിൽ നബിയോട് കൂടെയായിരുന്നു. ഫബൈന നഹ്നു ഇൻദഹു, ഞങ്ങൾ നബിതങ്ങൾ അരികിലിരിക്കുമ്പോൾ, ഇദ് നാദാഹു അഅ്റാബിയ്യുൻ ബിസ്സൗത്തിൻ ലഹു ജഹ്വരിയ്യൻ, ഒരു കർക്കശ ശബ്ദത്തോടുകൂടെ ഒരു അഅ്റാബി നബിയെ വിളിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅജാബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്മൻ മിൻ സൗത്തി, അവൻ്റെ ശബ്ദത്തോട് സമാനമായ ശബ്ദത്തിൽ നബിതങ്ങൾ മറുപടി കൊടുത്തു. ഹഉമു, ഓ എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹു വൈഹക് അഗ്ളദ മിൻ സൗതിക, ശബ്ദം കുറക്കുമാണ്. ഫഇന്നക അൻത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ സമക്ഷത്തിലാണ്. വഖദ് നുഹീത അൻ ഹാദാ, ഇപ്രകാരം തിരുനബിയുടെ സമക്ഷത്തിൽ വെച്ച് ശബ്ദം ഉയർത്തരുത് എന്ന് നീ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഫഖാല വല്ലാഹി ലാ അഗ്ളളു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ശബ്ദം കുറയ്ക്കില്ല. അങ്ങനെ കാലൽ അഅ്റാബി, തിരുനബിയോട് ചോദിച്ചു. അത് അഅ്റാബിയുടെ അവരുടെ ഒരു കാടൻ പ്രകൃതമാണ്. കാലൽ അഅ്റാബി പറഞ്ഞു, അൽ മർഉ യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖ് ബിഹിം, നബിയെ, ഒരു ജനതയെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അവൻ അവരോടുകൂടെ ചേർന്നിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? സാക്ഷാത്കരിക്കപ്പെടാത്ത ആ ഇഷ്ടത്തിൻ്റെ തലങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ ആരെയാണ് ഇഷ്ടപ്പെട്ടത് അവരോടുകൂടെയാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഫലമ്മാ സാല യുഹദ്ദിസുനാ, നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ദക്കറ ബാബൻ മിനൽ മഗ്രിബി, മഗ്രിബിൽ നിന്നുള്ളൊരു ബാബിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു. മസീറത്തു അർളിഹി, അതിൻ്റെ വീതി ദൂരം. ഔ യസീറു റാക്കിബ് ഫി അർളിഹി, അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ, വാഹനം കയറിയവൻ അതിലൂടെ സഞ്ചരിക്കും. ഫി അർളിഹി, അതിൻ്റെ വീതിയിൽ. 40 ഔ 70
ആമ 40-70 വർഷം വഴിദൂരമുള്ള ഒരു വാതിലുണ്ട്. ഖാല സുഫിയാൻ അഹ്ദുർബാത്തി ഖിബല ഷാമി, ഷാമിൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞു. ഖലഖഹു അല്ലാഹു തആല വമാ ഖലഖ സമാവാതി വൽ അർള, അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിപ്പ് നടത്തിയ സമയത്തു തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. മഫ്തൂഹൻ ലിത്തൗബ, തൗബയ്ക്ക് വേണ്ടി ഓപ്പൺ ആക്കപ്പെട്ടിട്ട്. ലാ യുഗ്ലഖു, അത് അടക്കപ്പെടുകയില്ല. ഹത്താ തദ്ലുഅ ശംസു മിൻഹു, ആ ഭാഗത്തിലൂടെ സൂര്യൻ ഉദിക്കുമ്പോഴല്ലാതെ. അങ്ങനത്തെ ഒരു വാതിലുണ്ട്. ആ വാതിൽ അടക്കുമ്പോഴാണ് തൗബയുടെ വാതിലടയുക എന്നുള്ളതും അവിടുന്ന് ചർച്ചയിൽ വന്നതാണ്.